മോദി മാത്രമല്ല, മോദി ക്യാബിനറ്റിലുള്ള വിദ്യാഭ്യാസമുള്ള മന്ത്രിമാർക്ക് പോലും വിവരം ലവലേശമില്ല എന്ന് തെളിയിക്കുന്നതാണ് ധനമന്ത്രി എന്ന് പറയുന്ന നിർമ്മല സീതാരാമന്റെ ഈ വിശദീകരണം. ഉപയോഗിച്ച കാറുകളുടെ വിൽപ്പനയ്ക്കുള്ള നികുതി 18% ആക്കിയതിന് അവർ ന്യായീകരിക്കുന്നത് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. കഴിവുകേട് കൊണ്ടും മിസ്മാനേജ്മെന്റ് കൊണ്ടും വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മോദി സർക്കാർ. ഇത്ര വലിയ ടാക്സുകൾ ഏർപ്പെടുത്തി ടാക്സ് വരുമാനം 10 മടങ്ങ് ആയിട്ടും അവർക്ക് പണമില്ല. അതിനാൽ ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് അവരുടെ ചോര ഊമ്പി കുടിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പോപ്കോണിന്മേൽ നികുതി ഏർപ്പെടുത്തിയതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇതിൽ ഉപയോഗിച്ച കാറുകളുടെ വിൽപ്പനയിൽ മേൽ 18% നികുതി ഏർപ്പെടുത്തിയതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിനെ നിർമ്മല സീതാരാമൻ വിശദീകരിക്കുന്നത് എനിക്ക് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് കേട്ടു നോക്കൂ. But when the discussions happened, it is on that margin, the margin value between purchased price and resale price. 12 लाख में खरीदा, 9 लाख में बेच रहे second hand used vehicle के नाम पर. On the margin is only this 18% is being put, as would be for any used car. So it is on the margin, not on the entire amount at which the car is being sold. ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ അതിന്റെ മാർജിൻ വാല്യൂവിൽ, അതായത് വാങ്ങിയ വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസത്തിന്മേൽ, അതായത് 11 ലക്ഷത്തിന് വാങ്ങിയ വാഹനം 9 ലക്ഷത്തിന് വിൽക്കുമ്പോൾ ആ മാർജിനിൽ മാത്രമാണ് ഈ 18% GST ഏർപ്പെടുത്തുന്നത്. അതായത് ആ മാർജിനിൽ മാത്രമാണ് ഈ 18% നികുതി ഏർപ്പെടുത്തുന്നത്. ആദ്യം 5% നികുതി ഏർപ്പെടുത്താനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. പിന്നീട് അത് മാറ്റി 18% നികുതി എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവർ പറയുന്നത് അനുസരിച്ച് 11 ലക്ഷത്തിന് വാങ്ങിയ വണ്ടി 9 ലക്ഷത്തിന് വിൽക്കുമ്പോൾ അതിന്റെ വ്യത്യാസമായ 2 ലക്ഷത്തിന് മാത്രമാണ് 18% നികുതി ചുമത്തുന്നത് എന്ന്. അത് എന്ത് കണക്കാണ്? 11 ലക്ഷത്തിന് വാങ്ങിയ വണ്ടി 9 ലക്ഷത്തിന് വിൽക്കുമ്പോൾ 2 ലക്ഷം രൂപ അതിന്റെ ഓണർക്ക് നഷ്ടമാവുകയാണ്. അപ്പോൾ അവരുടെ നഷ്ടത്തിന്മേലാണ് ഇവർ നികുതി ഏർപ്പെടുത്തുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇവർ പറയുന്നത് ഒട്ടും മനസ്സിലാകുന്നില്ല. പറഞ്ഞു വരുന്നത് ലാഭം ഉണ്ടാവുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് നഷ്ടം വന്നാൽ ആ നഷ്ടത്തിനും നിങ്ങൾ നികുതി കൊടുക്കണം. ഇനി ഈ കണക്കനുസരിച്ച് നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങിക്കുന്നു എന്ന് വെക്കുക. ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ അത് 2 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നും വെക്കുക. അപ്പോൾ നിങ്ങൾക്കുണ്ടായ നഷ്ടം 8 ലക്ഷം. ആ 8 ലക്ഷത്തിന്മേൽ നിങ്ങൾ 18% സർക്കാരിന് നികുതി കൊടുക്കണം. അതായത് 1,34,000 രൂപ നിങ്ങൾക്ക് കിട്ടിയ 2 ലക്ഷത്തിൽ നിന്നും നിങ്ങൾ മോദിക്ക് നികുതിയായി കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക വെറും 66,000 രൂപ. ഇനി മറ്റൊരു കണക്ക് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ 6 ലക്ഷത്തിന് വാങ്ങിയ ഒരു വണ്ടി കുറെ വർഷങ്ങൾ കഴിഞ്ഞ് 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടമുണ്ടാവുന്നു. അതിന്റെ 18%, അതായത് 90,000 രൂപ നിങ്ങൾ മോദിക്കും കൂട്ടർക്കും കൊടുക്കണം. നിങ്ങൾക്ക് ലഭിക്കുക വെറും 10,000 രൂപ മാത്രം. എന്താണ് നിർമ്മലെ നിങ്ങൾ ഈ പറയുന്നത്? ഇതെന്താ വെള്ളരിക്കാപട്ടണമാണോ? ഒരു അല്പമെങ്കിലും വിവേകം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ഇതുപോലെ സ്റ്റുപ്പിഡായി നികുതി ഏർപ്പെടുത്തുന്നത്? ഈ സംഖ്യകൾക്ക് വോട്ട് ചെയ്തത് ജനങ്ങൾ ഇത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാനും പോകുന്നില്ല എന്ന് ഉറപ്പാണ്.